ഞാൻ ഇപ്പൊ എന്റെ കൊച്ചായോണ്ട് ഇത് എന്തുണ്ടാക്കിയാലും നല്ലത്. ഓണം എന്ന് പറയുന്നത് മൊത്തം ഒരു ഉത്സവം. ദീപാരാധന കഴിഞ്ഞാ പ്രോഗ്രാം, ദീപാരാധന കഴിഞ്ഞാല് പിന്നെ പ്രോഗ്രാംസ് ആയി. കല്യാണം കഴിക്കാൻ ഒരു ആഗ്രഹമില്ലേ? ഇല്ല. അഡ്ജസ്റ്റ്മെന്റിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കളയേണ്ടതല്ലോ ഒരു ജീവിതം എന്നുള്ളത്. ചേട്ടന് കല്യാണം അയച്ചില്ല, ഞാനും കല്യാണം കഴിച്ചിട്ടില്ല. മാറും. അയ്യോ അല്ല, 1 ലിറ്റർ പാല് ആദ്യം ചട്ടിയിലിട്ട് തിളപ്പിക്കാം. ചട്ടിയിലിട്ട് അല്ലേ? ശ്രീന്ന് എഴുതണം. സീനോ? ശ്രീ. ദൃശ്യം 3 വരാൻ പോകുന്നു. ഡിസംബറിൽ റിലീസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരുപാട് ഇത് കേൾക്കുന്നുണ്ട്. പായസം എന്തും തോന്നുന്നു. ഫെസ്റ്റിവൽ സീസൺ, ഓണം, ക്രിസ്മസ്, വിഷു ഏതായാലും സ്റ്റേജിൽ തന്നെ. ദൃശ്യം 2 ഞാൻ കരയാൻ കാരണം അമ്മയ്ക്ക് ഇഷ്ടമല്ല. അമ്മയും മോളൊന്നും നിർത്തിയിട്ട് വേണ്ട ചേട്ടന് ഒരു ക്യാബ് കൊടുക്കട്ടെ. സംഭാരത്തിന്റെ കൂടത്തിൽ ഇച്ചിരി മിക്സ്ചർ ഇട്ടിട്ട് കഴിച്ചിട്ട് എന്റെ അടുത്ത് പറയണം കേട്ടോ. എനിക്ക് മുന്തിരി ഇട്ടില്ല. അടിപൊളി. Make every wedding unforgettable with Joya Lucas Diamond Wedding Collection. Joya Lucas, world's favorite jeweler. വെറും 7,990. കിടിലൻ ഓഫറുകൾ ഇടാൻ തുടങ്ങിയപ്പോ അത് കിടിലമണിയായിട്ട് 7,990 ഇട്ടിരിക്കുന്നത്. 365 ദിവസം നമുക്ക് ഓഫറുള്ള ഷോപ്പാണ് നിലമ്പൂർ ഫർണിച്ചർ മാർട്ട്, ഷൊർണൂർ, വെട്ടിക്കാട്ടിരി. ഹായ്, ഹലോ, വെൽക്കം ടു മൂവി വേൾഡ് മീഡിയ. ഞാൻ മെഹർ. അപ്പൊ നമ്മുടെ ഓണനാളുകളിലൂടെയാണ് നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇന്ന് എന്റെ കൂടെ ഓണം സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി എത്തിയിട്ടുള്ളത് എനിക്ക് ഒത്തിരി പ്രിയപ്പെട്ട 2 പേരാണ്. ഒരുപാട് സ്നേഹത്തോടെ വെൽക്കം ചെയ്യുന്നു കൃഷ്ണപ്രഭ ചേച്ചി ആൻഡ് നമ്മുടെ സ്വന്തം ഷീലാമ്മ. ഹായ്, നമസ്കാരം. താങ്ക് യു. നമസ്കാരം. ഓക്കെ, എന്താണ് നിങ്ങളുടെ ഓണവിശേഷങ്ങൾ? ഓണവിശേഷം ഇതൊക്കെ തന്നെ ഓണവിശേഷം. പിന്നെ എല്ലാ വർഷവും അതെ, ഓണം എന്ന് പറയുന്നത് ഞാൻ സ്റ്റേജ് ആർട്ടിസ്റ്റും കൂടി ആയതുകൊണ്ട് എപ്പോഴും സ്റ്റേജിൽ തന്നെയാണ്. പ്രോഗ്രാം, ഓണത്തിന്റെ പ്രോഗ്രാം ആണല്ലേ? തുടങ്ങി കഴിഞ്ഞു. 23 മുതൽ നമ്മൾ തുടങ്ങി കഴിഞ്ഞു. ഐശ്വര്യമായിട്ട് 23-ാം തീയതി പുതിയ നമ്മളുടെ ഇപ്രാവശ്യത്തെ മലയാളികൾക്കുള്ള ഏറ്റവും വലിയൊരു ഓണ സമ്മാനമായിരുന്നു KSRTC ബസ് 143 പുതിയ ബസ്സുകളായിരുന്നു. അപ്പൊ അതിന്റെ ലോഞ്ചിങ്ങിനോടനുബന്ധിച്ച് നിശാഗന്ധിയിലെ ട്രിവാൻഡ്രത്ത് ഞങ്ങളുടെ എനിക്കൊരു സ്വന്തം മ്യൂസിക് ബാൻഡ് കൃഷ്ണപ്രഭ ലൈവ് എന്ന് പറഞ്ഞിട്ട്, അപ്പൊ അതിന്റെ ഷോ ഉണ്ടായിരുന്നു. 23 മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു ശരിക്കും ഓണം ഷോ. പിന്നെ നാളെയൊക്കെ ആയിട്ട് ഷോ ഉണ്ട്. അപ്പൊ അതിന്റെ ഇടയിൽ നിങ്ങളുടെ കൂടെയും വന്ന് കൂടാം എന്ന് വിചാരിച്ചു. എന്താ ഷീലാമ്മയുടെ ഓണവിശേഷങ്ങൾ എന്തൊക്കെയാണ്? കൊച്ചു ഓണം കുറെയൊക്കെ പോവുക, അവിടെ ഓണം ആഘോഷിക്കാം. അതാണ് മെയിൻ. അത് ഒന്ന് സിനിമയുടെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മള് സ്റ്റേജ് ആർട്ടിസ്റ്റും കൂടി ആയതുകൊണ്ട് അറിയാലോ, ഓണം ഇപ്പൊ നമുക്ക് ടൂറിസം ഒക്കെ ഒത്തിരി പ്രോഗ്രാംസുകൾ, ഇവന്റ്സുകൾ എല്ലായിടത്തും എല്ലാ ജില്ലകളിലും ഉണ്ട്. അപ്പൊ അങ്ങനെ വ്യത്യസ്ത പല ജില്ലകളില് എപ്പോഴും എല്ലാ വർഷവും അങ്ങനെ ഓണം പ്രോഗ്രാംസുകളായിട്ട് നിൽക്കാറാണ് പതിവ്. ഇപ്രാവശ്യത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാല്, ഞാൻ കഴിഞ്ഞ വർഷമാണ് എന്റെ മ്യൂസിക് ബാൻഡ് ലോഞ്ച് ചെയ്തത്. അപ്പോൾ ദൈവം സഹായിച്ച് കഴിഞ്ഞ വർഷവും നമുക്ക് അത്യാവശ്യം പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഇത്തവണ വലിയ മോശമില്ലാണ്ട് നമ്മൾ ഓണത്തിന് തന്നെ നമ്മൾ അത്യാവശ്യം നന്നായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതാണ് ഇപ്രാവശ്യത്തെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഓണം വിശേഷം എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ചേച്ചി കഴിഞ്ഞ ദിവസം ആര്യ ചേച്ചിയുടെ കല്യാണത്തിന്റെ കുറെ വീഡിയോസ് ഒക്കെ കണ്ടായിരുന്നു. അപ്പൊ ഞാനൊരു വീഡിയോ കണ്ടപ്പം ചേച്ചി അതിനകത്തൊരു ഷർട്ടും ഒരു ജാക്കറ്റ് ഒക്കെ ഇട്ടിട്ട് ഒരു വീഡിയോ, ലൈക്ക് ഖുഷിയുടെ അപ്പോൾ ഒരു വീഡിയോ ആണ്. അപ്പൊ അതിനകത്ത് കണ്ടപ്പോ ഒരുപാട് കമന്റ്സ്, എന്താണ് കൃഷ്ണപ്രഭ ജീൻസും ജാക്കറ്റ് ഒക്കെ ഇട്ടിട്ട്? ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു, അയ്യോ കല്യാണത്തിന് ജീൻസും ജാക്കറ്റ് ഒക്കെ ഇട്ടിരിക്കുന്നത്. അല്ല, നിങ്ങൾ കണ്ടിട്ടുള്ളത് ആര്യയുടെ കല്യാണത്തിന്റെ സംഗീത് തലേ ദിവസത്തെ പ്രോഗ്രാമില് നമ്മള് പ്രോഗ്രാമായിട്ട് ശരിക്കും ഒരു ഇവന്റ് ആയി അത്. അപ്പൊ ഇപ്പൊ സെബിന്റെ ഗ്രൂപ്പുകാരും ആര്യയുടെ ഗ്രൂപ്പുകാരും ശരിക്കും കുറെ ഡാൻസ്, പാട്ട്, ഞാനൊക്കെ ഡാൻസിലും പാട്ടിലും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങള് ചെയ്ത ഒരു ആക്ട് ആണ് അത്. ഞാൻ കൂടുതൽ അതങ്ങനെ ഒത്തിരി പുറത്തേക്ക് ആക്കുന്നില്ല, അത് യൂട്യൂബിലോട്ട് തന്നെ വരട്ടെ. ഒരു ചെറിയൊരു ആക്ട് ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു, അവരുടെ ഒരു ലൈഫ് സ്റ്റോറി ഒക്കെ വെച്ചിട്ട്. അപ്പൊ അതില് സെബിന്റെ ക്യാരക്ടർ ഞാനാണ് ചെയ്തത്. അപ്പൊ അതുകൊണ്ട് സെബിന്റെ തന്നെ ജാക്കറ്റ് ഞാൻ യൂസ് ചെയ്തിട്ട് അഭിനയിച്ചതാണ്, അല്ലാതെ കല്യാണത്തിന് ജാക്കറ്റ് ഇട്ട് പോയതല്ല.
കല്യാണമൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? കല്യാണം അടിപൊളിയായിരുന്നു. പിന്നെ എല്ലാവരും നോക്കിയിരുന്ന ഒരു കല്യാണമാണ്. ആര്യയുടെയും സെബിന്റെയും എന്റെ വളരെ അടുത്ത ഫ്രണ്ട്സ് ആണ് ആര്യ. സെബിനെയും ഞങ്ങൾക്ക് വർഷങ്ങളായിട്ട് അറിയാമെങ്കിലും ഇപ്പൊ ആണ് അവര് ശരിക്കും നമ്മൾ ഇതിന്റെ ഈ കല്യാണത്തിന്റെ ഒരു ടാഗ് ലൈൻ തന്നെ ബെസ്റ്റ് ഫ്രണ്ട്സ് കല്യാണം കഴിച്ച് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയി എന്നുള്ളത് തന്നെയാണ്. അപ്പം അതിൽ ഒത്തിരി സന്തോഷം. ആര്യാണ് ഞാൻ വളരെ ക്ലോസ് ആയിട്ടുള്ള എന്റെ ഒരു ഫ്രണ്ട് എന്ന് പറയുന്നത്. അപ്പൊ ഞങ്ങൾക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സന്തോഷമുള്ളത്. പിന്നെ വളരെ ഇന്റിമേറ്റ് വെഡിങ് ആയിരുന്നു. കാരണം അല്ലെങ്കിൽ നമ്മളിപ്പോ ഏത് ഓൺലൈൻ മീഡിയയിലൊക്കെ നോക്കിയാലും നമ്മൾ കാണും, പക്ഷെ നമ്മൾ അധികം കണ്ടില്ല. അപ്പൊ തന്നെ എനിക്ക് തോന്നിയത് ഭയങ്കര ഒരു ഇന്റിമേറ്റ് വെഡിങ് ആണ്. വളരെ കല്യാണം വരും, അത് ഒരു യൂട്യൂബ് ചാനലിലൂടെ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ ഉണ്ടാവും. കൂടുതൽ നമ്മളൊരു പ്രൈവസി മാനിച്ചും പിന്നെ അറിയാലോ കല്യാണത്തിന് മുന്നേ തന്നെ ഒരുപാട് കോൺട്രവേഴ്സീസ് ഒക്കെ ഉണ്ടായ കാര്യങ്ങളുമാണ്. അപ്പൊ പിന്നെ വെറുതെ നമ്മൾ അതിങ്ങനെ ഒരു നമ്മളുടെ ഒരു പ്രൈവസി കളയണ്ട എന്നുള്ള രീതിയിൽ അമ്മയുടെ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ആര്യ ഒരു പക്ഷെ ആര്യ എപ്പോഴും പറയും ആര്യയുടെ സ്വന്തം അമ്മയെക്കാളും ഭയങ്കര അമ്മയായിട്ട്. അത് അമ്മയായിട്ട് എല്ലാവരും അതെ കേട്ടോ. ഡാൻസ് ആയിട്ടൊന്നും ഇല്ല, വെറുതെ ഇങ്ങനെ ചെന്നിട്ട് അനുഗ്രഹിക്കുക. അപ്പൊ അങ്ങനെ ആര്യ അമ്മനെ പിടിച്ച് നിർത്തിയിട്ടുണ്ടായിരുന്നു ഡാൻസിന് വേണം എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ പിന്നെ പാട്ട് പാടി. അപ്പൊ അത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമായിരുന്നു. 2 ദിവസം ഞങ്ങൾ അടിച്ചു പൊളിച്ചു. അതെ അതെ അതെ. ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്നത്തെ മെയിൻ കലാപരിപാടി എന്ന് വെച്ചാൽ പായസം വെക്കലാണ്. പായസം വെക്കാൻ അറിയോ ചേച്ചിക്ക് ശരിക്കും? ഇപ്പൊ എല്ലാം ഇൻസ്റ്റന്റ് അല്ലേ, അതുകൊണ്ട് ഇൻസ്റ്റന്റ് പായസം മിക്സ് ആണ് വാങ്ങിച്ചു. ഭാഗ്യം രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ പരീക്ഷിക്കേണ്ട. അതെ, എനിക്ക് നന്നായിട്ട് പായസം ഉണ്ടാക്കാൻ അറിയുന്നത് കൊണ്ട്. അതല്ല, പായസമൊക്കെ ഉണ്ടാക്കാൻ അറിയാം, പക്ഷെ ഇപ്പൊ ആരും അങ്ങനെ എല്ലാം ഇൻസ്റ്റന്റ് പെട്ടെന്ന് ക്വിക്കായിട്ടുള്ള പരിപാടികളല്ലേ. പണ്ടൊക്കെ അമ്മയൊക്കെ നന്നായിട്ട് ഓണത്തിന് പായസം സദ്യ അതൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരായിരുന്നു. ഇപ്പോഴാണ് പിന്നെയും ഈ ഒരു ഒന്നാമത് ഇപ്പൊ എന്റെ കൂടെ എപ്പോഴും അമ്മ പ്രോഗ്രാംസിനും ഷൂട്ടിനും ഒക്കെ അങ്ങനെ കുക്ക് ചെയ്യാനുള്ള നേരമൊന്നും ഇല്ല. അപ്പൊ നമ്മൾ എളുപ്പ പണികളായിരിക്കും. ഇന്ന് ഉച്ചയ്ക്ക് നിങ്ങൾ എന്തായിരുന്നു കഴിച്ചത്? അതിവിടെ പറഞ്ഞേ പറ്റൂ. അതല്ല, അതെന്തായാലും പറഞ്ഞേ പറ്റുള്ളൂ. അമ്മ ഇന്ന് ഉച്ചയ്ക്ക് എന്താ കഴിച്ചത്? ചോറും സാമ്പാറ്, മെയിൻ സാധനം പോരട്ടെ, ലേസ്. ഉപ്പേരി മാതിരി നല്ലതാണ്. ഉണ്ടാക്കും വേണ്ട, പാക്കറ്റ് പൊട്ടിക്കുക ചോറിന്റെ. ഞങ്ങളുടെ വീട്ടില് ചോറിന്റെ കൂട്ടത്തിലാണേലും ഞങ്ങൾ എപ്പോഴും മിക്സ്ചർ കഴിക്കും. കുറച്ച് അത് ഒരു പുതിയൊരു റെസിപ്പിയാണ് കേട്ടോ. കുറച്ച് സംഭാരം, കുറച്ച് നല്ല എരിവുള്ള മിക്സ്ചർ, കുറച്ച് ചോറ്, അച്ചാറ്, കുറച്ച് ചോറ് കഴിക്കുകയാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ മില്ലറ്റ്സ് കഞ്ഞി ഞങ്ങൾ കൂടുതൽ കഴിക്കും. മില്ലറ്റ്സിന്റെ ഇതാണ് കൂടുതല്. അപ്പൊ അതിന് ഈ ഒരു റെസിപ്പി നല്ലതാണ്. നമ്മള് സംഭാരത്തിന്റെ കൂടത്തിൽ ഇച്ചിരി മിക്സ്ചറും ഇട്ടിട്ട് കഴിച്ചിട്ട് എന്റെ അടുത്ത് പറയണം കേട്ടോ. അതിന്റെ അടിയില് കാണണം, അടിപൊളിയാ. കാരണം വെറുതെ എന്തിനാ ഈ 10,000-10,000 കറികളൊക്കെ ഉണ്ടാക്കിയിട്ട് ഇതൊക്കെ ആര് കഴിക്കാൻ? ഞങ്ങൾ മിക്കപ്പോഴും 2 പേരെ കാണത്തുള്ളൂ. ചേട്ടൻ വരുമ്പോ മാത്രമാണ്, ബ്രദർ വരുമ്പോ മാത്രമാണ് ഒന്ന് കുക്ക് ചെയ്യുന്നതും ഒക്കെ. അതും വളരെ അവിയലൊക്കെ ഉണ്ടാക്കും. കുറച്ച് അവിയലും സാമ്പാറും. പിന്നെ അമ്മ പ്യൂർ വെജ് ആണ്. ഞങ്ങളുടെ വീട്ടിലാണെങ്കിലും വെജ് വെക്കത്തുള്ളൂ. ഞാൻ പുറത്ത് പോകുമ്പോ വരുമ്പോ മോരൊഴിച്ച് കൂട്ടാൻ, അവിയല്, മെഴുക്കുവരട്ടി. പിന്നെ ഞങ്ങള് നോൺ കഴിക്കണം എന്ന് പറഞ്ഞാൽ നമ്മള് പുറത്തു പോയി കഴിക്കും. വീട്ടിലോട്ട് അങ്ങനെ കൊണ്ടുവരാറില്ല. വീട്ടില് വെക്കത്തില്ല, വീട്ടില് വെജ് മാത്രമേ വെക്കുള്ളൂ. അമ്മ പണ്ടൊട്ടേ അമ്മ പ്യൂർ വെജിറ്റേറിയൻ. അമ്മ നോൺ വെജ് കഴിച്ചിട്ടേ ഇല്ല. ഞാന് ചിക്കനും ഫിഷും കഴിക്കും. അപ്പൊ അത് കഴിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്തു പോകും, വീട്ടിൽ വെക്കത്തില്ല. പിന്നെ പൂച്ചക്കെല്ലാം ഇട്ട് കൊടുക്കാനായിട്ട് മീൻ അത് പച്ചക്കറി കൊടുക്കും. എവിടെ ശങ്കരി? അതെ, അത് കറിയൊന്നും വെച്ച് കൊടുക്കണ്ടല്ലോ. ശങ്കരി അവിടെ 2 കുഞ്ഞുങ്ങളുമായിട്ട് വീട്ടിലുണ്ട്. പരിപാടിയിലേക്ക് നമുക്ക് അതെ അതെ ഇനി എന്നാ പായസം അമ്മയാണ് പായസത്തിന്റെ ഫുൾ ആള്. പക്ഷെ അമ്മയ്ക്ക് എന്താ അറിയോ, അമ്മമാർക്ക് എല്ലാവർക്കും നമ്മളിപ്പോ കുക്ക് ചെയ്യാൻ പോകുന്നത് പാലട പ്രഥമനാണ്. ഈ അടയൊക്കെ ശരിക്കും അമ്മമാർക്ക് പഴയ രീതിയിൽ, അതായത് അട കുക്കറിലിട്ട് തിളപ്പിച്ച് പിന്നെ പാലൊക്കെ തിളപ്പിച്ച് അങ്ങനെ പാലടയിൽ തേങ്ങാപ്പാല് ഒന്നും വേണ്ടല്ലോ. അപ്പൊ അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള പ്രോസസ് ആണ് അവർക്ക് കൂടുതൽ അറിയാം. നമ്മളെപ്പോലുള്ളവർക്കാണ് ഇൻസ്റ്റന്റ്. അതെ. അപ്പൊ ആദ്യം നമുക്ക് പാല് തിളപ്പിക്കണം. അയ്യോ ഇതെന്താ വരാത്ത. അപ്പൊ ആദ്യം ഇതൊരു തീയിലേക്ക് ഒഴിക്കാം. ചട്ടി ചൂടാവണ്ടേ? ചട്ടി കുറച്ചാവട്ടെ. അല്ല വേണ്ട, പാല് ചൂടായ നമ്മുടെ കൈ കൊള്ളും. പാല് കുറച്ച് ഒഴിക്കാം. ചേച്ചി ഒഴിച്ചു. ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും കുട്ടി നിലത്ത് പോകാറുണ്ട്.
നമുക്ക് പാല് ആ ചോദിച്ചോ. ആ മുഴുവൻ ഒഴിക്കണം. ഒഴിച്ചോ. ആ ചോദിച്ചോ, മുഴുവൻ ചോദിച്ചോ. 1.5 ലിറ്റർ പായസം അല്ല 1.5 ലിറ്റർ പാല് പാല് പാൽ ആദ്യം ചട്ടിയിലിട്ട് തിളപ്പിക്കാം. ചട്ടിയിലിട്ട് തിളപ്പിക്കാൻ. അല്ലേ ഇത് ഉരുളിയിലിട്ട് തിളപ്പിക്കുക. അതായത് പാല് ഉരുളിയിൽ തിളപ്പിക്കുക. പോരെ? ഓക്കേ. ചട്ടിയിലിട്ട് തിളപ്പിക്കാൻ. അടുത്തത് ഇത് മീൻചട്ടി അല്ല കേട്ടോ, ഇത് ഉരുളിയാണ്. ഉരുളി അപ്പൊ തന്നെ മനസ്സിലായില്ലേ അടുക്കളയുടെ നല്ല ഉഗ്രൻ ഉരുളിയാട്ടോ ഇത്. അത് ചൂടായി വരാൻ കുറച്ച് സമയം എടുക്കും എന്ന് തോന്നുന്നു. നല്ല ഉരുളിയാണ്. ഓക്കെ, അപ്പം നമുക്ക് ഇത് കഴിഞ്ഞിട്ട് പാരലലി നമുക്കൊരു പാനില് ഇതൊക്കെ ഒന്ന് വേവിക്കാം. ഒന്ന് വറുത്തെടുക്കാം. വേവിക്കാനല്ല, വറുത്തെടുക്കാം. ഇവിടെ ഞാൻ പാനൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് സമയമുണ്ട്, ഇത് കായ് വരട്ടെ. അല്ല അപ്പോഴത്തേക്ക് നമുക്ക് ഇത് ആക്കി വെക്കാം. ശരി, നെയ്യ് എന്തിയേ? നെയ് വാ അമ്മ. അയ്യോ ഇത് കത്തിക്ക്. അയ്യോ, ഷൂട്ട് ചെയ്യുമ്പോൾ തോക്ക് വെച്ച് ഗൺ അതെ. ഗൺ. ഓക്കെ, രക്ഷപ്പെട്ടു. അതെ. ഒരു ചെറിയൊരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. ഒരിക്കലും ഈ ഇങ്ങനെ സോസ് പാൻ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെക്കണ്ട കേട്ടോ. ഇങ്ങനെ വെച്ചാൽ മതി, വേറെ ഒന്നല്ല, മറിഞ്ഞു വീഴും. ഇതിങ്ങനെ തട്ടി അവസാനം നമ്മുടെ മേത്തോട്ട് ചാടും. ശരിയാ ശരിയാ. അപ്പോൾ ബി കെയർഫുൾ. നമ്മൾ വീട്ടിൽ ശ്രദ്ധിക്കണം. ഈ എല്ലാവർക്കും ഉണ്ട്, നമ്മുടെ സൈഡിലേക്ക് ഇങ്ങനെ വാല് വെക്കും. വെറുതെ എന്തെങ്കിലും കാരണവശാൽ നമ്മൾ ചിലപ്പോൾ ചട്ടുകം തട്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ കൈ തട്ടിയിട്ടോ നമ്മുടെ മേത്തേക്ക് ഇത് വീഴും. അങ്ങനെ വീഴാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ടിപ്പാണ് പറയുന്നത്. ചേച്ചി എന്നിട്ട് പറ, ചേച്ചിയുടെ പുതിയ സിനിമാ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? പുതിയ സിനിമാ വിശേഷങ്ങൾ ഓണത്തിന് റിലീസ് ഒന്നുമില്ല, പക്ഷെ ഓണം കഴിഞ്ഞിട്ട് ഉടനെ തന്നെ ദൃഢം റിലീസ് ആവുകയാണ്. ഷെയ്ൻ നിഗമാണ് ഹീറോ. അതില് മാർട്ടിൻ ജോസഫ് ആണ് ഡയറക്ടർ. പ്രൊഡ്യൂസേഴ്സ് നമ്മളുടെ ജീത്തു ജോസഫ് സാറ് ഒരു പ്രൊഡ്യൂസർ. ദെൻ സാറിന്റെ പ്രൊഡക്ഷൻ ആണ് ബെഡ് ടൈം സ്റ്റോറീസ്. പിന്നെ E4 എന്റർടൈൻമെന്റ്സ് അവരാണ് പ്രൊഡ്യൂസേഴ്സ്. അപ്പോൾ നെയ്യ് വെക്കാമേ. ഇത് നമുക്ക് കുറച്ച് വെക്കാമേ, അല്ലെങ്കിൽ മൊത്തം കരി. അപ്പം ദൃഢമാണ് ഉടനെ റിലീസ് ആവാനുള്ള ഒരു സിനിമ. പിന്നെ അത് കഴിഞ്ഞിട്ട് വലതുവശത്തെ കള്ളൻ എന്ന് പറഞ്ഞിട്ട് ബിജു ചേട്ടനും ജോജു ചേട്ടനും മെയിൻ സ്റ്റാർസ് ആയിട്ടുള്ള ചൂടാവുന്നുണ്ട്, കളിക്കുന്നുണ്ട് സിനിമയാണ് വലതുവശത്തെ കള്ളൻ. അപ്പൊ അതും ഇപ്പൊ ഡബിങ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുക. എന്റെ പോർഷൻ ഡബ് ചെയ്ത് തീർന്നു. അപ്പൊ ഇത് രണ്ടുമാണ് സിനിമയില് ഉടനെയുള്ള വിശേഷങ്ങൾ. പിന്നെ വേറെ വലിയ വിശേഷങ്ങളുണ്ട്, അത് പക്ഷെ ഇപ്പൊ റിവീൽ ചെയ്യാറായിട്ടില്ല. ഇപ്പൊ പറഞ്ഞാൽ എന്നെ ഓടിക്കുമല്ലോ. അപ്പൊ അതുണ്ട്. പിന്നെ സ്റ്റേജ് ഷോസ് കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾ കാണുന്നുണ്ടാവും വിശ്വസിക്കുന്നു. എന്റെ കവർ സോങ്സ് ഒക്കെ ഞാൻ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതും കണ്ട് കുറെ പേരൊക്കെ കുറെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ആ ഇത് ഏലക്കാണോ കിസ്മിസും കശുവണ്ടി എടുക്കട്ടെ, തിളപ്പിക്കണം. അല്ല ഞാൻ പറയാമെന്ന് എന്നാന്നറിയോ, ഇതുപോലെ പായസം ആയുർവേദ മരുന്നുകള് ഒക്കെ ഉണ്ടാക്കുമ്പോ ഇപ്പോഴും നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ശ്രീന്ന് എഴുതണം. സീന്നോ? ശ്രീന്ന് എഴുതുമ്പോ അത് നന്നായിട്ട് വരും. മലയാളത്തിൽ ശ്രീ എന്ന് വെച്ചാൽ ഐശ്വര്യം എന്നാണ്. അപ്പൊ നമ്മള് പൊതുവെ ഈ ആയുർവേദ മരുന്നുകൾ ഉണ്ടാക്കുമ്പോൾ, അതായത് അമ്മയുടെ വീട്ടിലൊക്കെ പണ്ട് ആയുർവേദ മരുന്നുകളൊക്കെ ഉണ്ടാക്കുന്ന പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഒന്നുമില്ല. അപ്പൊ അമ്മയ്ക്ക് കുറച്ച് ഇത്തരം കാര്യങ്ങളൊക്കെ അറിയാം, ആയുർവേദ മരുന്നുകളുടെ ഒക്കെ കാര്യങ്ങളൊക്കെ അറിയാം. അപ്പൊ ഈ ഇതുപോലെ പായസം ഇതൊക്കെ ഉണ്ടാക്കുമ്പോഴും നമ്മള് പൊതുവെ അടുത്ത് ഇത് ഇടുകയാണേ. അത്ര മതിയോ? കാഷ്നട്ട് അത്ര മതിയോ? മുഴുവട്ടേക്കാം അല്ലേ? മുഴുവട്ടേക്കാം. ഇതിലും കുറെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അത് ശ്രീന്നാ കണ്ട അത് ശ്രീ ആക്കി കഴിഞ്ഞു. ഇത് വേണ്ടേ നെയ്ച്ചി? കുറച്ചോടെ നെയ്യിടാം അല്ലേ? ഏലക്കയും കൂടെ ഉണ്ട്. ഏലക്ക ലാസ്റ്റ് ആക്കാം, അല്ലെങ്കിൽ ഭയങ്കര ബലൂൺ പോലെ വീർക്കും. ഓക്കെ, ബലൂൺ പോലെ വീർക്കണ ഇതാ. ഏലക്കയും ബലൂണാവൂലേ? അപ്പൊ നമ്മളുടെ കിസ്മിസ് നെയ്യില് നല്ല ബലൂണായി. അതെ. ഈ സോസ് പാന്റെ വാലിങ്ങനെ നമ്മൾ കയ്യിൽ പിടിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. പക്ഷെ അല്ലാത്തപ്പോ മേത്തോട്ട് ചിലവര് അങ്ങനെ പണി കാണിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ ഈ ഓണത്തിനും വീട്ടിൽ സദ്യ ഒന്നും ഉണ്ടാക്കലില്ല? ഇല്ല, ഈ ഓണത്തിന് എനിക്ക് ഉത്രാടത്തിന് തിരുവല്ല,
പിന്നെ തിരുവനന്തപുരം പ്രോഗ്രാംസ്. അയ്യോ ഇത് ഓഫായില്ലേ? അയ്യോ ഇത് ലാസ്റ്റ് പായസം കഴിഞ്ഞിട്ടല്ലോ. ഓക്കെ. അപ്പൊ നമ്മളുടെ ഇത് ബലൂൺ വീർത്ത് ബ്രൗൺ കളറൊക്കെ ആയി. അപ്പൊ ഞാൻ ചൂടൊന്ന് കുറച്ച് ഇതാക്കിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല ചൂടുള്ള ഗ്യാസ് ആണ് കേട്ടോ ഇത്. ഓക്കെ. അപ്പൊ അതൊക്കെയാണ് വിശേഷം. എന്തൊക്കെയാണ് മെഹറിന്റെ ഓണം? എന്റെ ഓണം ഇങ്ങനെ ഇന്റർവ്യൂ എടുക്കുക, ഇങ്ങനെ ജീവിക്കുക. ഓണത്തിന്റെ അല്ല ചേച്ചി, അപ്പം നിങ്ങളിപ്പോ സദ്യ ഒന്നും അങ്ങനെ വീട്ടിലുണ്ടാക്കാറില്ല അല്ലെ? എന്നാലും ചേച്ചി പണ്ട് ചെറുപ്പത്തിൽ ഇങ്ങനെ ആലോചിക്കുമ്പം ഈ ഓണം എന്ന് പറയുന്നത് ചെറുപ്പത്തിലേ മുതലുള്ള എന്റെ ഓർമ്മ എന്ന് പറയുന്നത്, ഞാൻ എന്റെ 10th വരെ തൃക്കാക്കര എന്ന് പറഞ്ഞ സ്ഥലത്ത്, എറണാകുളത്ത് തൃക്കാക്കര, അവിടെയാണ് കേരളത്തിലാകെ ഉള്ള വാമനമൂർത്തി ക്ഷേത്രമാണ് തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രം. ഓണത്തിനാണ് ഉത്സവം. ഓണത്തിനാണ് ഉത്സവം. അത്തത്തിനന്ന് കൊടിയേറി, തിരുവോണത്തിനന്ന് കൊടിയേറണം. അപ്പൊ എന്റെ ഓർമ്മക്കാലം മുതല് ഓണം എന്ന് പറയുന്നത് ആ അമ്പലവും ഉത്സവവും ആനകളും. പിന്നെ ഞാൻ ആ അമ്പലത്തിൽ തന്നെയാണ് അരങ്ങേറിയത്, 3 വയസ്സിൽ അരങ്ങേറിയത്. എന്റെ ഡാൻസും പാട്ടും അവിടെ തന്നെയാണ് ഞാൻ അരങ്ങേറിയത്. അപ്പൊ അത് ഈ ഉത്സവത്തിനൊക്കെയാ. ഉത്സവം വരുമ്പോ നമ്മൾ അന്ന് പ്രോഗ്രാംസ് ഒക്കെ അങ്ങനെയാണ് ഞാൻ അവിടെ അരങ്ങേറിയതും ഒക്കെ. കലാമണ്ഡലം സുധി ടീച്ചറിന്റെ, പിന്നെ പാട്ടാണേലും ആർവി ദിവാകരൻ എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. അപ്പൊ ഓണം എന്ന് പറയുന്നത് ആ അമ്പലവും അവിടുത്തെ ഉത്സവവും അവിടുത്തെ സദ്യയും അമ്പലവാസികളായതുകൊണ്ട് തൊട്ടടുത്താണ്, അമ്പലത്തിന്റെ തൊട്ടടുത്ത് ആണ് വീട് ഉണ്ടായിരുന്നത്. അപ്പൊ അവിടെ ഉത്രാടത്തിന് സദ്യ ഉണ്ട്, ഓണത്തിന് സദ്യ ഉണ്ട്. അപ്പൊ ശരിക്കും ആ പ്രദേശത്തുള്ളവരെല്ലാവരും ഓണം സദ്യ എന്ന് പറയുമ്പോ അമ്പലത്തിലുള്ള ഒരു ഉത്സവവുമാണ്, പകൽപ്പൂരം ഒക്കെ ഉണ്ടാവും. അന്ന് ഞങ്ങളുടെയൊക്കെ ചെറുതിലെ 7 ആന ഉണ്ടായിരുന്നുള്ളൂ. അവിടുത്തെ ഒരു മെയിൻ ആന ഉണ്ടായിരുന്നു, ശശിയാന എന്ന് പറഞ്ഞിട്ട്. ശശിയാന ഇപ്പൊ ചെരിഞ്ഞു. ഈ ആനയുടെ വാല തൂങ്ങി നടക്കലായിരുന്നു ഞങ്ങളുടെ മെയിൻ പരിപാടി. പിന്നെ ഉള്ള നമ്മുടെ പെട്ടിക്കടകള്, ബലൂണ്, കമ്മൽമാല, അങ്ങനത്തെ ഇതൊക്കെ. അപ്പൊ ഓണം എന്ന് പറയുന്നത് മൊത്തം ഒരു ഉത്സവമായിരുന്നു. ദീപാരാധന കഴിഞ്ഞാൽ പ്രോഗ്രാം, ദീപാരാധന കഴിഞ്ഞാല് പിന്നെ പ്രോഗ്രാംസ് ആയി. അങ്ങനെ കൊച്ചിലെ തൊട്ട് ഓണത്തിന്റെ സമയം ഫുൾ പ്രോഗ്രാംസ്. അവിടെ ഉത്സവത്തിലാണ് എപ്പോഴും ഓണം എന്ന് പറയുന്നത്. ഈ തൃക്കാക്കര അമ്പലത്തിലെ ഉത്സവമാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്റെ 10th കഴിഞ്ഞ് 8th പഠിക്കുമ്പോഴാണ് അച്ഛൻ മരിക്കുന്നത്. പിന്നെ 10th വരെ ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പനമ്പിളേറിലേക്ക് മാറി. അപ്പൊ പിന്നെ പയ്യെ ഷോസ് എല്ലാം ചെയ്തപ്പോ മെഹറൊക്കെ ചെയ്യുമ്പോൾ ആങ്കറിങ്സും ഇതെല്ലാം ചെയ്തു തുടങ്ങി. പിന്നെ പ്രൊഫഷണൽ ട്രൂപ്പുകളിൽ ഹരിശ്രീയിൽ പാടാൻ തുടങ്ങി. പിന്നെ ഡാൻസ് ടീം ആണെങ്കിലും എറണാകുളത്തുള്ള ഡാൻസ് ടീം, ഇപ്പൊ താണ്ഡവ് അന്ന് ക്ലാസ്സിൽ വന്നിരുന്നു. അപ്പൊ അതിലുള്ള പ്രോഗ്രാംസുകളൊക്കെ ഞാൻ ട്രൂപ്പിൽ വർക്ക് ചെയ്തു തുടങ്ങി. പിന്നെ ഫുൾ ഓണം ഫെസ്റ്റിവൽ സീസൺ, ഓണം, ക്രിസ്മസ്, വിഷു ഏതായാലും സ്റ്റേജിൽ തന്നെ. അപ്പൊ ചേച്ചി ഈ ലേസും ഈ നമ്മുടെ ഈ മിച്ചറൊക്കെ കഴിച്ചിട്ട് എങ്ങനെ ചേച്ചി ഡയറ്റും എല്ലാം എങ്ങനെയാ നോക്കുന്നത്? അതൊക്കെയാണ് ഇപ്പോഴത്തെ ഡയറ്റ്. ലേസോ അല്ല, ഇടയ്ക്ക് നല്ല ഡയറ്റ് ഉണ്ടായിരുന്നു, നല്ല മെലിഞ്ഞിരിക്കുന്നുണ്ടല്ലേ, ഭയങ്കരമായിട്ട് ഡയറ്റ്, കീറ്റോ ഡയറ്റ്, അത് ഇത് മാറ്റി മറിച്ചെന്നൊക്കെ പറഞ്ഞോണ്ട്. പക്ഷെ ഇപ്പൊ അങ്ങനെ ഡയറ്റ് ഒന്നുമില്ല. ഇപ്പൊ അത്യാവശ്യം നല്ല പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോ അങ്ങനെ ഡയറ്റ് എടുക്കാനുള്ള, പിന്നെ അമ്മമാരുള്ളപ്പോ ഒരിക്കലും ഡയറ്റ് എടുക്കാൻ പറ്റില്ല അല്ലെ. ഒരമ്മമാരുടെ മുമ്പിലും നമുക്ക് ഡയറ്റിന് വരെ പിടിച്ചേക്കാൻ പറ്റില്ല. കാരണം എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പുറകെ നടക്കും, നമ്മളപ്പൊ കഴിച്ചു പോകും. അപ്പൊ ഡയറ്റ് ഒക്കെ കണക്കാ. പിന്നെ ഞാനിങ്ങനെ ഒത്തിരി അങ്ങനെ വാരി വിളിച്ച് കഴിക്കത്തില്ല. സമയത്ത് കഴിക്കും. പക്ഷെ ഒന്നും കഴിക്കില്ല. ഒരു ഇഡലി, ഒരു ദോശ, ഇതൊക്കെ വീട്ടില് എപ്പോഴും ഇടി ഉണ്ടാവുന്നതും ഭക്ഷണത്തിന്റെ പേരിലാണ്. കഴിക്കുന്നില്ല എന്നുള്ള കാര്യത്തിലാണ് ഇടി ഉണ്ടാവുന്നത്. അമ്മ എന്തെങ്കിലുമൊക്കെ ചെറിയ സാധനങ്ങളാണെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കുമ്പോ അത് കഴിക്കില്ല എന്നുള്ളതിനാണ് ഞങ്ങളുടെ വീട്ടിൽ എപ്പോഴും ഇടി. ഇതാർക്കും വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണോ എന്നൊക്കെ. അത് കാരണം ഞാൻ പോകാറില്ല. ഇത് നമുക്ക് പാല് തിളച്ച്, പാല് അത്യാവശ്യം നല്ല നല്ല തിളച്ച്. ഈ പാൽ ഇങ്ങനെ തിളക്കുമ്പോ എനിക്ക് ഓർമ്മ വരുന്നത്, നമ്മൾ ബോംബെയിലൊക്കെ പോകുമ്പോഴൊക്കെ ബദാം മിൽക്ക് അവിടെ മാത്രം കണ്ടുള്ള ഒരു പ്രത്യേകത. മിക്ക കടകളുടെ ഫ്രണ്ടിൽ അവര് മറ്റേ ഈ വലിയൊരു ഉരുളിയല്ല, അതിന് വേറെ എന്തോ ഒരു പേരാ പറയുന്നത്, അതിന്റെ അകത്ത് ഇങ്ങനെ കടന്ന് ബദാം മിൽക്ക് എന്ന് പറയുമ്പോ ഹോട്ട് ബദാം മിൽക്ക് ഇങ്ങനെ വെച്ചാൽ അതാണ് എന്റെ ഒരു ഓർമ്മ. കൈ കൊള്ളും. ഓക്കെ. അപ്പൊ നമ്മളുടെ അട ഇട്ടു. ഇൻസ്റ്റന്റ് മിക്സ് ആണ് കേട്ടോ. അപ്പൊ ഇതൊന്ന് പാലിലേക്ക് അങ്ങ് ഇട്ടു. അതും തിളക്കണം അല്ലെ. ഇത് തിളക്കാൻ, ഇത് അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിട്ടാണ് ഇളക്കി കൊടുക്കുക. ശ്രീ എന്ന് എഴുതണം. അതെ അതെ. അപ്പൊ എല്ലായിടത്തും ചെല്ലും. അതുകൊണ്ടാണ് എല്ലാവരും ശ്രീ എന്ന് എഴുതണം എന്ന് പറയുന്നത്. കാരണം മൊത്തം ഐശ്വര്യം വരും. അപ്പൊ സാധനം
മൊത്തത്തിൽ നന്നാവും. പക്ഷെ ഈ ഒരു ടിപ്പ് ഞാൻ ആദ്യമായിട്ടാട്ടോ കേൾക്കുന്നേ. അത് കുറച്ച് കാരണന്മാരുടെ അടുത്തൊക്കെ ചോദിച്ചറിയാൻ പറ്റും. ഓക്കെ, അത് വേറൊന്നല്ല, ഈ ശ്രീധരൻ എല്ലായിടത്തും ആവും. അപ്പൊ അത് കഴിക്കുമ്പോ നല്ല സന്തോഷമായിരിക്കും. അപ്പൊ സന്തോഷം വരുമ്പോ ഓ ഐശ്വര്യം വന്നു. ഓക്കെ, അപ്പൊ ചേച്ചി ഇപ്പം നമ്മുടെ സദ്യക്കൊക്കെ നമുക്ക് 12-13 കൂട്ടം. അയ്യോ, അത് ഞാൻ ഒരു ആവേശത്തിലൊന്നും ആക്കി വെക്കിയതാണ്. തീർച്ചയായിരുന്നു തീർച്ചില്ല. അപ്പൊ നമുക്ക് ഒരുപാട് കൂട്ടം കറികൾ ഉണ്ടാവും. അപ്പം സദ്യ എന്ന് പറയുമ്പോ തന്നെ ചേച്ചിക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു 4 കറികൾ ഏതൊക്കെയായിരിക്കും? പരിപ്പ്, സാമ്പാർ, പപ്പടം എന്തായാലും വേണം. പിന്നെ സദ്യക്ക് പോകുമ്പോൾ അത് തൊടുകറികളാണ്. ഞാൻ മറ്റേ പൈനാപ്പിളും മുന്തിരിങ്ങയും കൂട്ടുകറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇപ്പോഴും ആരുടെങ്കിലൊക്കെ കല്യാണത്തിന് പോകുമ്പോൾ സദ്യ കഴിക്കാൻ നേരത്ത് എന്നിട്ട് പറയും എനിക്ക് മുന്തിരി ഇട്ടില്ല. പൈനാപ്പിളും മഞ്ഞ കളറ് അതാണ് എന്റെ ഇഷ്ടമുള്ള ഇഷ്ടപ്പെട്ട. അപ്പം പരിപ്പായി, പപ്പടമായി, സാമ്പാർ, പിന്നെ ഈ കൂട്ടുകറി, പിന്നെ ഒരു കറിയും കൂടെ ഏതൊക്കെയായിരിക്കും? ഓരോ ചൂട്ടാൻ ഭയങ്കര ഇഷ്ടമാണ്. അതായത് കാളൻ. അപ്പം തോരൻ പൊതുവേ ഓരോ ചൂട്ടാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മാത്രം മതിയല്ലോ. ഓലന് പൊതുവേ ഞാനേ എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ ഞാൻ അതിനൊരു നിർവികാരക്കറി എന്ന് പറയും. ശരിയാലേ, പ്രത്യേകിച്ച് ഒരു വികാരം എനിക്ക് തോന്നലില്ല. പച്ചമുളക് കീറിയിടുമല്ലോ. അമ്മ ഓലൻ വെക്കാൻ വീട് പിടിക്കത്തി. അമ്മയുടെ മെയിൻ ഹൈലൈറ്റ് കറി എന്ന് പറയുന്നത് ഓലനാണ്. ഭയങ്കര ഡീസന്റ് കറികൾ. അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒഴിച്ചുകൂടാൻ പറ്റാത്ത സദ്യയുടെ കൂട്ട് കറികൾ എന്തൊക്കെയായിരിക്കും? എരിശ്ശേരി, ഓലൻ, കാളൻ. ഈ 3 കറി മതി. ഈ 3 കറിയും ചോറുണ്ടെങ്കിൽ പിന്നെ തോരണ്ടാവും കേട്ടോ. അച്ചാർ വേണ്ട? അച്ചാർ ഞാൻ അങ്ങനെ കഴിക്കാറില്ല. പിന്നെ എന്താ അറിയോ, ഈ മേടിക്കുന്ന അച്ചാറുകളിൽ മിക്കതിലും വിനാഗിരി വിനാഗിരി ഉണ്ടാവും. അപ്പൊ അതും വലിയ ഇഷ്ടമില്ല. വിനാഗിരി ഉപയോഗിക്കുമ്പോ നമുക്ക് ഭയങ്കര ഒരു ഡീഹൈഡ്രേഷൻ വരും. അങ്ങനെ അപ്പൊ പൊതുവെ വീട്ടിൽ ഉണ്ടാക്കുന്ന അച്ചാറുകളോടാണ് പ്രിയം. നോർമലി നമ്മളുടെ മുളക് പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ല വെളിച്ചെണ്ണ, കായൊക്കെ ഇട്ട് കായം മെയിൻ കണ്ടന്റ് ആണ്. ഇട്ടിട്ടുള്ള പരിപാടികൾ, അങ്ങനത്തെ അച്ചാറ് പൊതുവെ എനിക്കും വലിയ ഇഷ്ടം. അല്ലെങ്കിൽ നമ്മൾ വെള്ളം കുടിച്ച് വരിക്കും. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ ചേച്ചി ഇപ്പം ഡാൻസർ ആണ്, അതുപോലെ തന്നെ പാട്ട് പാടുന്നു. എന്നാലും ചേച്ചിക്ക് ഹൃദയത്തോട് ഈ 2 പ്രൊഫഷനിൽ ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്നത് ഏതായിരിക്കും? ഇതിപ്പോ 2 കയ്യിൽ ഏതായിട്ടുള്ളൊന്നും എന്നാലും രണ്ടും ഇഷ്ടം. എനിക്കിത് അറിയുള്ളൂ, അതുകൊണ്ട് എനിക്ക് 2 ഇഷ്ടം. അല്ലാതെ ഞാൻ പലരും ചോദിക്കും ഡാൻസും കളിക്കും പാട്ടും പാടും അല്ലേ? എനിക്കിത് അറിയുള്ളൂ. എനിക്കതേ അറിയുള്ളൂ, അല്ലാതെ വേറെ. പിന്നെ അഭിനയിക്കുക അങ്ങനെ ഇതെന്താന്നറിയോ, ഞാൻ എപ്പോഴും പറയും എന്നെക്കാളും നന്നായിട്ട് ഡാൻസ് കളിക്കുകയും പാട്ട് പാടുകയും ചെയ്യുന്ന, അതായത് നമ്മളിപ്പോ ഫീൽഡിൽ നിൽക്കുന്നവർ ഒരു നല്ല ഡാൻസർ ആണല്ലോ, നല്ല പാട്ടുകാരിയാണല്ലോ എന്ന് പറയുന്നവരെക്കാളും കൂടുതൽ നല്ല കഴിവും പെർഫെക്ഷനോട് കൂടി ചെയ്യുന്നവര് ശരിക്കും ഫീൽഡിന് വെളിയിലാണ് നിൽക്കുന്നത്. അവരെന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ഉള്ളിലേക്ക് വന്നിട്ടില്ല. അത് ചിലവർക്ക് ഇതുപോലെ ഇങ്ങനെ ക്ഷമിച്ച് നിൽക്കാനുള്ളൊരു പലരുടെയും ഞാൻ കണ്ടിട്ടില്ല. ഇപ്പൊ എന്നെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനെ കാണുമ്പോൾ ഞാൻ എപ്പോഴും അമ്മയുടെ അടുത്ത് പറയും എന്തൊരു ഭംഗിയായിട്ട് അവർ ക്ലാസ് എടുക്കുന്നത്, പറഞ്ഞു തരുന്നത്, ഡാൻസ് ആണേലും പാട്ടാണേലും പറഞ്ഞു തരുന്നത്. പക്ഷെ അവരങ്ങനെ ചിലപ്പോ വേണ്ട രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ടാവില്ല. അതെന്താന്ന് വെച്ചാൽ അവർക്കൊന്ന് എന്നെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിന് സ്കൂളിലും കൂടി അവര് ടീച്ചേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അവരുടെ സമയം, പിന്നെ സമയപരിധി ഉണ്ട് അവർക്ക്, പിന്നെ ജോലിയിലായിരിക്കും അവർ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ നമ്മളുടെ ഫീൽഡിലേക്ക് വന്നാൽ നല്ല ക്ഷമ വേണം. മറ്റു എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ അതും കൂടെ ലീവൊക്കെ എടുത്തിട്ടൊക്കെ വേണ്ട വരാൻ. അപ്പൊ അതൊന്നും പറ്റില്ല. പിന്നെ ഒരു കാര്യമുണ്ട്, ഈ പ്രോഗ്രാംസിനൊക്കെ സിനിമയാണല്ലോ മെയിൻ. സിനിമയിലുള്ളവരെല്ലാം സർവജ്ഞങ്ങൾ കയറി വരുന്ന ആൾക്കാരുടെ. അതെ അതെ. അപ്പൊ പക്ഷെ അതല്ല സിനിമ അതും ഉണ്ട് കേട്ടോ. ഇപ്പൊ സിനിമയില് അഭിനയിക്കുന്ന ആളായത് കൊണ്ടായിരിക്കാം എന്റെ ഡാൻസും പാട്ടും ഒക്കെ കൂടുതലും. ഇപ്പൊ എന്നെന്നല്ല, നമ്മൾ അറിയപ്പെടുന്ന ഒരുവിധപ്പെട്ടവരെല്ലാവരും അവരുടെ പ്രോഗ്രാം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ. അതേസമയത്ത് റിയൽ ആർട്ടിസ്റ്റുകളുടെ പ്രോഗ്രാംസ് വരുമ്പോ കാണാൻ ആൾക്കാരില്ല. കാരണം എന്താ വെച്ചാൽ സിനിമയുടെ ഫെയിം ഇല്ല എന്നുള്ളതുകൊണ്ട്. ഇപ്പൊ ലോകം അറിയപ്പെടുന്ന നർത്തകിമാരെ പലരും സിനിമാ നടിമാരല്ലാത്തത് കൊണ്ട് ഒരു വിഭാഗം ആൾക്കാർക്ക് ശരിക്കും പറഞ്ഞാൽ അവരറിയില്ല. അതൊരു വാസ്തവമാണ്. അപ്പം
നമ്മൾ സിനിമയിൽ വന്നതിലാണ് ഏറ്റവും എനിക്ക് പണ്ട് മുതലേ ഇഷ്ടം അഭിനയിക്കാൻ പണ്ടേ മുതൽ ഇഷ്ടമാണ്. ഞാൻ അങ്ങനെ ചാൻസ് ചോദിച്ചാൽ ഞാൻ പല ഇന്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ടല്ലോ, ചാൻസ് ചോദിച്ച് തന്നെ സിനിമയിൽ വന്നിട്ടുള്ള ആളാണ്. ഇപ്പോഴും നല്ല ക്യാരക്ടേഴ്സ് ചെയ്യണം എന്ന് ഒരുപാട് ആഗ്രഹിക്കുന്ന ആളാണ്. ഇപ്പൊ നിങ്ങൾ ഈ ഒരു ഇന്റർവ്യൂ ചെയ്യുന്നതിൽ തന്നെ എന്തെങ്കിലും ഒരു വാല്യൂ ഉള്ളതുകൊണ്ടാണല്ലോ ഇന്റർവ്യൂ വേണമെന്ന്. അപ്പൊ അതിലാണ് നന്ദി. ഇനിയും സിനിമ ചെയ്യണം എന്നുള്ളത് കൊണ്ടും അതിലുമാണ് നന്ദി. അപ്പൊ സിനിമയുടെ ഒരു ബാക്കപ്പ് ഉള്ളത് കൊണ്ട് ഇപ്പൊ ഞങ്ങളെപ്പോലുള്ള ഒരു പാട്ട് പാടും ഡാൻസ് ചെയ്യുമ്പോൾ ഒരു ഓഡിയൻസ് ഉണ്ടല്ലോ. പക്ഷെ അർഹത ഇല്ലാത്തവര് ഒരുപാട് പേര് കയറി ഭയങ്കര ഫെയിമായിട്ട് നിൽക്കുന്നതും കണ്ടിട്ടുണ്ട്. അപ്പൊ അതിൽ നമുക്ക് ചെറിയ വിഷമമൊക്കെ തോന്നും. കാരണം ചില ആൾക്കാർക്ക് ഒരു ധാരണ ഉണ്ട്, ഓക്കെ ഇവർക്ക് ചിലപ്പോ നായികമാരായതുകൊണ്ട് ചിലപ്പോ ഭയങ്കര കഴിവായിരിക്കും എന്ന് വിചാരിക്കണവരുണ്ട്. അങ്ങനെയില്ല. ഡാൻസ് കളിക്കാൻ പാട്ട് പാടാൻ അറിയാൻ പാടില്ലാത്ത നായികമാരാണ് കൂടുതൽ. അവരെല്ലാവരും എന്റെ വളരെ അടുത്ത സുഹൃത്തുക്കളാണ് പറഞ്ഞിട്ടുമുണ്ട് ഈ കാര്യങ്ങൾ. അപ്പൊ അത് ഞാൻ പറഞ്ഞില്ലേ, സിനിമയുടെ ഒരു ഇതിലാണ്. അപ്പൊ ഡാൻസും പാട്ടും ഒരേപോലെ, അഭിനയവും എനിക്ക് ഒരേപോലെ ഇഷ്ടമാണ്. അതിൽ ഏതാണ് ഇഷ്ടം എന്ന് ചോദിച്ചാൽ അങ്ങനെ പറയാൻ പറ്റില്ല. അപ്പൊ ചേച്ചി ഇപ്പൊ വേറൊരാൾ ഡാൻസ് കളിക്കണ കാണുമ്പോ ചേച്ചി ഏറ്റവും കൂടുതൽ അവർ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്തായിരിക്കും? ഡാൻസ് ചെയ്യുന്ന അവർ ഡാൻസ് ചെയ്യുന്ന കാണുമ്പോഴോ? എസ്പെഷ്യലി അവരുടെ പെർഫെക്ഷനും കാര്യങ്ങളും, പിന്നെ അവരുടെ ഒരു പ്രൊഫഷണലിസം നല്ലപോലെ നോക്കും. കാരണം മനസ്സിലാവുമായിരിക്കും അല്ലേ? ഇപ്പൊ സ്റ്റേജിൽ പെർഫോം ചെയ്യുന്ന സമയത്താണെങ്കിൽ ഓഡിയൻസിന് അത് റിലേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളതാണ് ആദ്യം നമ്മൾ നോക്കേണ്ടത്. ഡാൻസ് ആണെങ്കിലും പാട്ടാണെങ്കിലും. ഇപ്പൊ ഞാൻ ഭയങ്കര സർവജ്ഞ പീഠമുള്ള ആളാണ്, അതുകൊണ്ട് ഞാൻ കാണിക്കുന്നതല്ല നിങ്ങൾ കണ്ടോണം എന്ന് പറഞ്ഞാൽ അങ്ങനെ നടക്കില്ല. ഒരു ഇതിനെ പറ്റി ഒന്നും അറിയാൻ മേലാത്ത ആളായിരിക്കും ചിലപ്പോൾ നമ്മുടെ മുമ്പിൽ നമ്മുടെ പാട്ട് കേൾക്കാൻ വന്നാൽ. അയാൾക്ക് അത് ആസ്വദിക്കാൻ പറ്റുന്നുണ്ടോ, അപ്പൊ അയാളുടെ വൈബായിട്ട് നമുക്ക് പോകാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് ഒരു പെർഫോമറിന് ആദ്യം അറിഞ്ഞിരിക്കേണ്ടത്. ഇപ്പൊ ചിലപ്പോ ഞാൻ വന്നിട്ട് ഇപ്പൊ ഭയങ്കര കർണാട്ടിക് ആയിട്ടുള്ള ഒരു കീർത്തനമൊക്കെ പാടിയിട്ട് ചില ആൾക്കാരെങ്കിലും ഇത് ഏത് ആ സമയത്ത് വെറുതെ ഒരു ആലായൽ തറ വേണം, അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ള പാട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിനിമ പാട്ട് പാടിക്കുമ്പോൾ വളരെ അയാൾക്കൊരു ഇഷ്ടപ്പെടുന്ന രീതിയിൽ ലയിച്ച് പാടിക്കൊടുക്കുമ്പോൾ അയാൾക്കത് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതാണ് വിജയം. അപ്പൊ അത് ഞാൻ നോക്കാറുണ്ട്. ഒരു പ്രോഗ്രാം കാണാൻ പോകുമ്പോൾ നമുക്കത് എത്രത്തോളം റിലേറ്റബിൾ ആവുന്നുണ്ട്, ആസ്വദിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ഞാൻ ആസ് ആൻ ഓഡിയൻ നോക്കും. എന്നാൽ മാത്രമേ അതില് കാര്യമുള്ളൂ. പിന്നെ മാഷന്മാരും ടീച്ചർമാരും ഒക്കെ പറയേ മെയിൻ സ്റ്റേജ് സിനിമാക്കാർക്കുള്ളതാ, അല്ലാതെ ഉള്ള ഡാൻസുകാർക്കൊക്കെ വേറെ സ്റ്റേജ് മതി അങ്ങനെയൊക്കെ പറയും. അത് അറിവില്ലായ്മ അത് അറിവില്ലായ്മയുടെ ഒക്കെ ഉണ്ടാവും. അത് ചില ആൾക്കാര് സിനിമയുടെ പ്രോഗ്രാം പിടിക്കുന്ന കമ്മിറ്റിക്കാർക്കും ഒക്കെ അത് ഞാൻ അവരെ കുറ്റം പറയുന്നു. അതെ, എന്നിട്ട് അറിയാൻ പാടില്ലാത്ത സിനിമാക്കാരെ വിളിച്ച് മെയിൻ സ്റ്റേജ് കൊടുക്കും. കുറെ ആരോപണങ്ങളൊക്കെ നമ്മൾ അങ്ങനെ കേൾക്കുന്നുണ്ട്. അത് കഴിവുള്ളവരാണോ എന്ന് നോക്കിയിട്ട് അവരെ വേണം പ്രോത്സാഹിപ്പിക്കാനായിട്ട്, അല്ലാണ്ട് ഫെയിം നോക്കി പ്രോത്സാഹിപ്പിക്കരുത് എന്നുള്ളത് എനിക്കും ഒരു അഭിപ്രായമുണ്ട്. ഒന്നും അറിയാൻ പാടില്ലാത്തവരെ വിളിച്ചിട്ട് ഭയങ്കര ലക്ഷങ്ങളൊക്കെ കൊടുത്തൊക്കെ പ്രോഗ്രാം ചെയ്യിപ്പിക്കും. ഒന്നും അറിയാൻ പറ്റുന്നുണ്ടാവില്ല. നമ്മൾ ചോദിക്കും എന്ത് കാണിക്കണമെന്ന്, പക്ഷെ ലക്ഷങ്ങളായിരിക്കും ഇവിടെ മേടിച്ചിട്ടുണ്ടാവും. അങ്ങനെയൊന്നും ചെയ്യരുത്. അതെല്ലാം ഗുരുക്കന്മാരും ഇപ്പൊ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതെ. അപ്പം ചേച്ചി ഇപ്പൊ ഒരുപാട് വേഷങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ. അമ്മയ്ക്ക് ചേച്ചി ചെയ്തതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വേഷം ഏതാ? എനിക്ക് എങ്ങനെയാന്ന് വെച്ചാൽ ഈ വിഷമമുള്ള ക്യാരക്ടറുകള്, ഭയങ്കര താല്പര്യമുള്ള നല്ല പോഷായിട്ട്. എന്നാൽ നമ്മൾ നോക്കുന്ന എന്താ, നമുക്ക് പെർഫോമൻസ് ഉണ്ടോന്നുള്ളതാണ്. എനിക്ക് നല്ല വേഷങ്ങൾ എന്ന് പറഞ്ഞാൽ നല്ല സാരി, നല്ല നമുക്ക് നേരില് ചെയ്ത നേരാമണുള്ള സാരി കൊടുത്ത് മര്യാദയ്ക്ക് നിൽക്കുന്നു. അതേസമയത്ത് ഏറ്റവും കൂടുതൽ അപ്രീസിയേഷൻ കിട്ടിയ ഒരു ക്യാരക്ടറായിരുന്നു ദൃശ്യം 2 ക്യാരക്ടർ ജോസും മേരിയും. അത് അന്ന് ആൾക്കാര് ഒരുപാട് കോൾസ് അന്ന് വന്നിട്ടുണ്ടായിരുന്നു. എല്ലാരും പറയാ അയ്യോ നിങ്ങൾ ഇങ്ങനെ കരയുമെന്ന് വിചാരിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ടങ്ങനെ. എന്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള വൺ ഓഫ് മൈ ഫേവറേറ്റ് ക്യാരക്ടേഴ്സിൽ ദൃശ്യം. പിന്നെ ഇന്ത്യൻ പ്രണയകഥ സുധ എനിക്ക് ഭയങ്കര. ഈ കരയണത് എനിക്ക് ഇഷ്ടമല്ല, പക്ഷെ ആ ദൃശ്യം 2 കരച്ചിലാണ്. ദൃശ്യം 2 ഞാൻ കരയാൻ കാരണം അമ്മയ്ക്ക് ഇഷ്ടമല്ല. അമ്മയ്ക്ക് കുറച്ചൊരു ജോളി അമ്മയ്ക്ക് എപ്പോഴും എല്ലാവരും പ്ലസന്റ് ആയിരിക്കണം. സിനിമയുടെ കഥയിലെ വരെ എന്തെങ്കിലും ദുഃഖം അല്ലെങ്കിൽ കഥ മാറുന്ന കാണുമ്പോഴത്തേക്കും അല്ല അമ്മ അങ്ങനെ ഭയങ്കര ഡാർക്ക് സിനിമകളൊന്നും കാണൂല. എപ്പോഴും ചിരിച്ച് സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് ഡാർക്ക് സിനിമകള് നമ്മള് ഭയങ്കര ത്രില്ലർ ഭയങ്കര ഡാർക്ക് ആയിട്ടുള്ള, അതായത് ഒന്ന് ഭയങ്കര വിഷമമുള്ള തരത്തിലുള്ള സബ്ജക്റ്റുകൾ വരുന്നത്, പിന്നെ മേക്കപ്പ് ഒന്നും ഇല്ലാതെ ഈ വളരെ ദാരിദ്ര്യത്തിലൊക്കെ നിൽക്കുന്ന കാണുന്നത് എന്താണ് ഇങ്ങനെ കാണിക്കുന്നത്, എനിക്ക് വേണ്ട കാണുന്നില്ല. ഞാൻ വീട്ടില് TV കാണുമ്പോഴാണേലും
പറയും ഇതെന്ത് ഇങ്ങനത്തെ സിനിമയൊക്കെ അമ്മയ്ക്ക് ഇപ്പോഴും ഭയങ്കര ജഗബോഗ സിനിമകൾ, അതായത് രജനീകാന്തിന്റെ സിനിമകൾ, തമിഴൊക്കെ നല്ല ഇഷ്ടം. വലിയ ലോജിക്കൊന്നും വേണ്ട, പക്ഷെ കാണുമ്പോൾ നല്ല ഡാൻസുകള്, കളറ്. അത് വെറുതെ ഇരിക്കുമ്പോ ഒരു മനുഷ്യന്റെ ഡ്രസ്സിങ്ങിലാണല്ലോ അത് ഭയങ്കരമായിട്ട് പിടിക്കും. നല്ല അടിപൊളിയായിട്ട് ഭയങ്കര നീറ്റ് ആൻഡ് എലഗന്റ് ആയിരിക്കണം എപ്പോഴും ഡ്രസ് ചെയ്യുമ്പോ. പിന്നെ നല്ല ഭംഗിയിൽ ഒരുങ്ങിയൊക്കെ വരണം, അല്ലാണ്ട് സാധാരണ ഒക്കെ പോലെ പോകുമ്പോ ഇതെന്താണ് ദാരിദ്ര്യം എന്ന് പറയുന്നത്. അപ്പൊ ചേച്ചി ഇപ്പൊ ദൃശ്യം 2ന്റെ കാര്യം പറഞ്ഞോണ്ട് ചോദിക്കാണ്. ദൃശ്യം 3 പണിപ്പുരയിലാണ്. ദൃശ്യം 3 വരാൻ പോകുന്നു, ഡിസംബറിൽ റിലീസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരുപാട് ഇത് കേൾക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു മിക്കവാറും അതാണ് ചേച്ചി റിവീൽ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ കാര്യം എന്ന് എനിക്ക് തോന്നുന്നുണ്ട്, അല്ലേ? പായസം എന്തും തോന്നുന്നു അതിൽ തന്നെ ഉണ്ടല്ലോ. പറ ചേച്ചി, അറിയില്ല, ഒന്നും പറയാൻ പാടില്ല. ദൃശ്യം 3 ദൃശ്യം 3 വരുന്നുണ്ട്, അത്രയും മാത്രം. ചേച്ചി ഉണ്ടോ? അതൊന്നും അറിയില്ല. ഉണ്ട് 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 പ്രേക്ഷകരെ ഉണ്ട്. അയ്യോ ഞാനുണ്ടെന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ. എനിക്ക് അപ്പ കത്തിയില്ല. ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, തീർച്ചയായിട്ടും പ്രാർത്ഥിക്കുമല്ലോ. കാരണം ഇപ്പൊ അൻസിബയുടെ ഇന്നാളത്തെ ഇന്റർവ്യൂല് പറഞ്ഞതുപോലെ ദൃശ്യം എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ്. അതെ അതെ. അപ്പൊ ദൃശ്യത്തിൽ വരാനായിട്ട് എല്ലാ ആർട്ടിസ്റ്റുകളും സത്യം പറഞ്ഞ സാറിനെ വിളിക്കുന്നുണ്ട്. എല്ലാരും പ്രാർത്ഥിക്കുന്നുണ്ട്. അതെ, സാർ ഒരു പാസിംഗ് ഷോട്ടെങ്കിലും തരണേന്ന് പറഞ്ഞ് വിളിക്കുന്ന ആർട്ടിസ്റ്റുകളെ എനിക്കറിയാം. പലരും എന്റെ അടുത്ത് തന്നെ വിളിച്ചു ചോദിച്ചിട്ട് നിങ്ങളൊക്കെ ഉണ്ടോ, ദൈവമേ ഞങ്ങൾക്ക് എന്തെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞിട്ട് ആർട്ടിസ്റ്റുകൾ നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ തമ്മിൽ അങ്ങനെ ചോദിക്കുന്ന സാറിനെ അങ്ങോട്ട് ലിന്റെ ചേച്ചിയെ വിളിച്ച് ചോദിക്കുന്നവരുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എപ്പോഴും നമ്മളിങ്ങനെ സംസാരിക്കുമ്പോ എല്ലാവരുടെയും ആഗ്രഹമാണ് ദൃശ്യത്തിൽ ഒരു ഭാഗമാവാൻ പറ്റുന്നത്. അതുപോലെ തന്നെ എനിക്കും ആഗ്രഹമുണ്ട്. ഒട്ടും ആഗ്രഹിക്കാതില്ലേ ദൃശ്യം 2 ജോസ് മേരി. അപ്പം ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് അതിൽ വന്നത്. ഇതിലുണ്ടാവണേ എന്നുണ്ട്, അറിഞ്ഞു ഉണ്ടാവണേ എന്നുണ്ടെന്ന് അപ്പൊ അതാണ് ഇതായോ നോക്കട്ടെ. ഇതിലാണോ കുറവാണുള്ളത്, മുങ്ങി തപ്പണമല്ലോ. അതിനെന്താ വേറെ പാല് ഒഴിച്ചിട്ടാ ഇത് വെന്തോന്നറിയാൻ ഫുള്ള് എടുത്ത് കുടിച്ചു നോക്കണം. കുടിച്ചു നോക്കണം. അടവെന്തോ കുടിച്ചു നോക്കണം. അതാ നോക്കുന്നേ അല്ലേ, വെന്തോന്നറിയാൻ ഫുള്ള് എടുത്ത് കുടിച്ചു നോക്കണം. എന്നിട്ടില്ല കുറച്ചും കൂടെ. അപ്പൊ നമുക്ക് വീണ്ടും ദൃശ്യം 3ലേക്ക് വരാം. ഞങ്ങൾ അന്ന് ജിത്തു സാറിന് ഇന്റർവ്യൂ എടുത്തപ്പോ പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുവാണ്, എന്തായാലും ഡിസംബറിൽ റിലീസ് ഉണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട്. അത് കണ്ടപ്പോ തൊട്ട് ഒരുപാട് പ്രേക്ഷകർ ഇങ്ങനെ ഞങ്ങളോട് ചോദിക്കണ്ടായിരുന്നു ദൃശ്യം 3 ഡിസംബറിൽ വരുവോ 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 എന്നൊക്കെ. അതുകൊണ്ട് ചോദിച്ചത്. ഷൂട്ടൊന്നും തുടങ്ങിയിട്ടില്ല. അപ്പൊ ഷൂട്ട് തുടങ്ങിയിട്ടില്ല. ഇല്ല. എന്നാലും ഇപ്പൊ തന്നെ ഓഗസ്റ്റ് ആയില്ലേ, അപ്പൊ എങ്ങനെ ഡിസംബറിലേക്ക്? അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ, എന്നോട് അങ്ങനെയൊന്നും ചോദിക്കരുത്. എന്നാലും തുടങ്ങിയിട്ടില്ല. ഓക്കെ ഓക്കെ. ആ പിന്നെ ഒന്നും പറയുന്നതായിരിക്കില്ല. തിരിച്ചും മറിച്ചും കുത്തിയും കുത്തിയൊക്കെ ചോദിച്ചോ ഞാൻ പറയത്തില്ല. ഗ്യാസ് കത്തണില്ലേ? ഗ്യാസ് ഓഫായോ? ഓക്കെ. എന്നാണ് ഇതുപോലെ ഞങ്ങൾക്ക് ഒരു പായസം തരാ? ഇന്ന് വരില്ലേ? അങ്ങനെയല്ല, ഞാൻ ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിച്ചതാണ്. എന്താണ് ചേച്ചിയുടെ ഒരു കല്യാണം? അങ്ങനെ ഒന്നും തരാൻ ഉദ്ദേശിക്കുന്നില്ല. ഇങ്ങനെ വല്ല പായസം കുടിച്ചു കുടിച്ചോ. കല്യാണത്തിനുള്ള പൈസ, എന്റെ കല്യാണത്തിനുള്ള പൈസ കുടിക്കാൻ എന്നുള്ള കഞ്ഞി അങ്ങ് വാരി വെച്ചേരെ, വാങ്ങി വെച്ചേരെ. അല്ല, ഇപ്പം ചേച്ചിയുടെ കൂടെ ഉള്ളവരൊക്കെ കല്യാണം കഴിക്കുന്നു. അപ്പം ഒരു കല്യാണം കഴിക്കാൻ ഒരു ലൈക്ക് ആഗ്രഹമില്ലേ എന്നുള്ള ആഗ്രഹമില്ലേ? ഇല്ല ഇല്ല ഇല്ല, അങ്ങനെ ആഗ്രഹമേ ഇല്ല. ഇല്ല ഇല്ല. എന്നാലും എപ്പോഴെങ്കിലും തോന്നി കല്യാണ വിരോധിയാണെന്നൊക്കെ. നിർബന്ധിക്കൂല്ല. ഇതുപോലത്തെ ഒരു അമ്മേനെയാണ് ഞാൻ സ്വപ്നം കണ്ടത്. എന്തിനാന്നേ പൊതുവെ ഒന്നാമത് ഇപ്പോഴത്തെ നമ്മൾ കാണുന്ന ഒരു ഇതെന്ന് വെച്ചാൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ്. അതെ, ആരും ഹാപ്പി അല്ല സത്യം പറഞ്ഞ. അഡ്ജസ്റ്റ്മെന്റിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കളയേണ്ടതല്ലോ ഒരു ജീവിതം എന്നുള്ളത്. അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ആപ്റ്റ് ആയിട്ടുള്ള ആള് അമ്മാതിരിയായിരിക്കും, പക്ഷെ അത് നമുക്ക് അറിയില്ല എങ്ങനെയൊക്കെയാവും. അല്ല, റൈറ്റ് പേഴ്സൺ റൈറ്റ് ടൈം. അതെ. പിന്നെ പലരുടെയും ഞാൻ കണ്ടിട്ടുള്ളത് കല്യാണം കഴിച്ചിട്ട് അവരൊരു അങ്ങനെ ഹാപ്പി അല്ലാതെ പിന്നെ ഓരോ മനുഷ്യനെ കാണിക്കാനുള്ള പലരും ഒരു പുറത്തേക്കുള്ള ഒരു ഷോ ആയിരുന്നു ശരിക്കും. പിന്നെ ഭയങ്കര അഭിനയം, നമ്മൾ സിനിമയിൽ കാണുന്നേക്കാളും അടിപൊളി ആക്ടേഴ്സ് കണ്ടോണ്ടിരിക്കുന്നത്. അപ്പൊ പിന്നെ അങ്ങനെ അതിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ വലിയ കാര്യമായിട്ട് സപ്പോർട്ട് ചെയ്യാത്ത ഒരാളാണ്. അപ്പൊ ഇന്ന് നമ്മുടെ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. അപ്പൊ നമുക്ക് ഗസ്റ്റിനെ തന്നെ പായസം ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി വിളിക്കാം. ഓക്കെ, അപ്പൊ ഉണ്ണിച്ചേട്ടാ, ഹലോ, ഹായ്. വരൂ വരൂ.
ഇവിടെ അമ്മയും മോളും ഇവിടെ ഭയങ്കര കത്തിവെക്കലാണ്. ശരിക്കും ഇവര് വീട്ടിലും ഇങ്ങനെ തന്നെയാണോ? ചേട്ടനാണോ എന്നല്ലേ സൈലന്റ്? ഞങ്ങൾ ആക്ച്വലി എല്ലാവരോടും പ്രേക്ഷകരോടായിട്ട് പറയാം, എനിക്ക് ആകെ ഒരു ബ്രദറേ ഉള്ളൂ എന്ന്. മതിയല്ലോ, അത് ഇതാണ് ഉണ്ണികൃഷ്ണൻ. ഞങ്ങൾ 3 പേര്, അതായത് ഞങ്ങൾ ഈ 3 പേര്. പിന്നെ എല്ലാവരും പറയും വീട്ടില് ഉണ്ണിച്ചേട്ടൻ ഭയങ്കര സൈലന്റ് ആണ്. അപ്പൊ എല്ലാവരും പറയും അമ്മയും മോളൊന്നും നിർത്തിയിട്ട് വേണ്ട ചേട്ടന് ഒരു ഗ്യാപ്പ് ഇട്ടൊന്നുമില്ല, അതുകൊണ്ടാ സൈലന്റ് ആയി പോയത്. അതല്ല, സ്വതവേ അവൻ കാര്യം മാത്രമേ പറയുള്ളൂ. പക്ഷെ ഇടയ്ക്ക് നല്ല കൗണ്ടർ കടിക്കും, ഇടയ്ക്ക് നല്ല കൗണ്ടർ കടിക്കും. ഇന്നിപ്പോ ചെറിയൊരു പനി ഉണ്ടായിട്ട് ഞാൻ പനിയുള്ളതുകൊണ്ട് പായസം ടേസ്റ്റ് ചെയ്യുന്നു. ചേട്ടൻ ചങ്ങനാശ്ശേരിയിലാണ്. ചങ്ങനാശ്ശേരിയിൽ എന്ത് ചെത്തിപ്പുഴ എന്നൊക്കെ പറയും. ചെത്തിപ്പുഴ കാനറ പേപ്പർ മിൽസിൽ വർക്ക് ചെയ്യാണ്. അപ്പൊ അതൊക്കെയാണ് വിശേഷം. ചേട്ടന് കല്യാണം കഴിച്ചില്ല. എന്നോട് നേരത്തെ ചോദിച്ച ചോദ്യത്തിന് ഉത്തമ ഉദാഹരണം. ചേട്ടന് കല്യാണം കഴിച്ചില്ല, ഞാനും കല്യാണം കഴിച്ചിട്ടില്ല. ഇനി ഇത് കൂടുതൽ എന്തെങ്കിലും ചോദ്യങ്ങളൊക്കെ ചോദിക്കാം. സന്തുഷ്ട കുടുംബം, അമ്മയും 2 മക്കളും, സമാധാനം, സ്വസ്ഥം ജീവിതം. ആഹാ, എന്തൊരു സുഖം. അമ്മ ഇവര് ഇപ്പോഴും വഴക്കുണ്ടാക്കാറുണ്ടോ? വഴക്ക് പണ്ടും ഉണ്ടാക്കാറില്ല. എത്ര വ്യത്യാസമുണ്ട്, വയസ്സ് വ്യത്യാസമുണ്ടോ? നിങ്ങൾ 10 വയസ്സുണ്ടോ? 10 വയസ്സിന് വ്യത്യാസമുണ്ടോ? അതായത് 9ഉം പിന്നെ കുറച്ച് മാസങ്ങളും വ്യത്യാസം. കുഞ്ഞിലെ എടുത്തോണ്ട് നടക്കും, അങ്ങനെ വീട്ടില് എന്താണെന്നറിയോ, ചെറിയ പിള്ളേർക്ക് വീട്ടിൽ ഭയങ്കര ഒരു ഇതല്ലേ, ഒരു കൺട്രോൾ കൂടുതൽ. അങ്ങനെ ഞാൻ കൺട്രോൾ ചെയ്ത് ആള് സൈലന്റ് ആയി പോയി. ചെറുതിലെ പോലെ എപ്പോഴും എടുത്തു നല്ലതായി അപ്പൊ ഇനി നമുക്ക് ഇത് ഇലക്ക് ഇങ്ങനെ എടുത്തേ, ഇത് പൊടിച്ചിട്ടിടായിരുന്നു അല്ലേ? ക്രിസ്മസും കശുവണ്ടിപ്പരിപ്പും ഇതായിട്ട് ഇങ്ങോട്ട് വെച്ചോ. ചൂടില്ല. ഈ ഗീ ഇട്ടാണ് നെയ്യിട്ടു. അല്ല, കഴിക്കാനുള്ള ഡീറ്റെയിൽസ് ഒക്കെ എല്ലാം ഇട്ടല്ലോ അല്ലേ? ചേട്ടൻ കുക്ക് ചെയ്യോ? ഞാൻ ചെറുതായിട്ട് കുക്ക് ചെയ്യും. ഇത് ചായ ഉണ്ടാക്കും, ഓംലെറ്റ് ഉണ്ടാക്കും. ചേട്ടന് പിന്നെ പോലെ ലേസ് തന്നെയാണോ വയ്ക്കുന്നത്? ചോറിന്റെ ആക്ച്വലി ഒരു കാര്യം പറഞ്ഞാൽ ഞങ്ങളുടെ ഇവിടെ വരുമ്പോഴാണ് പിന്നെ പുള്ളി പട്ടണി, അല്ലെങ്കിൽ മര്യാദക്ക് ഫുഡും കഴിച്ച് കിടന്ന ആളാണ്. ഇത് ശരിക്കും നമുക്ക് ഈ തൊണ്ട എടുത്തിട്ട് ഉള്ളിലുള്ളതെല്ലാം ഉള്ളിലേക്ക് ഞാൻ തൊണ്ടൊക്കെ അതാണ് കുറച്ചുകൂടെ നല്ലത്. നമ്മൾക്ക് പാചകത്തിന്റെ ഇടയിൽ ശരിക്കും ഏലക്കയുടെ തൊണ്ട് ആരും പറഞ്ഞില്ല. ചേച്ചി, അപ്പൊ നമുക്കാണെങ്കിൽ ഈ ഓണം നമുക്കൊരു പാട്ടൊക്കെ പാടി നമുക്കൊന്ന് പാല്, പാല് വറ്റി കുറുകി, 1.5 ലിറ്റർ പാല്. അതെ, നമ്മൾ ആദ്യമേ തന്നെ നമ്മൾ പറഞ്ഞിരുന്നത് ഇൻസ്റ്റന്റ് പായസമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഒരു ഓൾറെഡി പഞ്ചസാര ഓൾറെഡി ഉള്ളത് കൊണ്ടാണ് നമ്മൾ വേറെ പഞ്ചസാര ഇടാത്തത്. അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്നവർ വിചാരിക്കും ഇവരെന്താ പായസം പഞ്ചസാര ഇടാത്തത് എന്ന് വിചാരിക്കും. ഓൾറെഡി ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ പൊതുവെ ഷുഗർ അങ്ങനെ ഭയങ്കര മധുരം വലിയ കാര്യമായിട്ട് കഴിക്കാത്തതാണ്. ഞങ്ങൾ 3 പേരും അതെ വലിയ കാര്യമായിട്ട് അങ്ങനെ കഴിക്കത്തില്ല. എന്നാ ഫ്രൈ ഒക്കെ കഴിക്കും. പക്ഷെ മധുരം ഇടാത്ത പായസം ഉണ്ടാക്കാൻ അപ്പൊ പിന്നെ ഇപ്രാവശ്യത്തെ ഓണത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് കവർ സോങ് ഇറക്കിയിട്ടുണ്ട്. കല്യാണി കളവാണി. ഇപ്പൊ അത്യാവശ്യം നല്ല റിച്ചക്കായി വരുന്നു. 2 ലൈൻ പാടിയുടെ പറഞ്ഞു. 2 വരി ഞങ്ങൾക്കും ഞങ്ങളുടെ പ്രേക്ഷകർക്കും വേണ്ടി 2 വരി. പഴയ പാട്ട് ഞങ്ങളുടെ മ്യൂസിക് ബാൻഡിന് വേണ്ടിയിട്ട് അത് റീക്രിയേറ്റ് ചെയ്ത് നമ്മൾ ചെയ്തതാണ്. KSRTC ആലുവ റീജിയണൽ വർക്ക്ഷോപ്പിലാണ് നമ്മൾ ഷൂട്ട് ചെയ്ത്. കണ്ടവരെല്ലാവർക്കും അറിയാൻ പറ്റും, ഒന്നാലും കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതാണ്. കല്യാണി കളവാണി ചൊല്ലം മിനി ചൊല്ല്, വെള്ളിത്താഴ്വര പൂത്തിറങ്ങിയതാൺ പൂവോ പെൺപൂവോ, ആൺപൂവാണേലമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനു പൂജയ്ക്ക്, പെൺപൂവാണേലാഹാ മറ്റൊരു കാർവർണ്ണനുമാലയ്ക്ക്, കല്യാണി കളവാണി ചൊല്ലം മിനി ചൊല്ല്, വെള്ളിത്താഴ്വര പൂത്തിറങ്ങിയതാൺ പൂവോ പെൺപൂവോ, കല്യാണി കളവാണി. പായസം ഉണ്ടാക്കിയതിന്റെ ഇടയിലാണ് ഉണ്ണിക്കണ്ണൻ ചോറൂണെന്നൊക്കെ. അപ്പൊ എല്ലാവരും അത് കാണുക, പിന്നെ സപ്പോർട്ട് ചെയ്യാം. അതാണ് ഓണത്തിന്റെ ഒരു സ്പെഷ്യൽ എന്ന് പറയുന്നത്. വിശേഷം. ചേട്ടൻ പാടോ? ഞാനും അങ്ങനെ പഠിച്ചിട്ടൊന്നുമില്ല, പക്ഷെ
കുഴപ്പമില്ലാണ്ടൊക്കെ പോലെയൊക്കെ. ചേച്ചി ഡാൻസ് അല്ലേ ആദ്യം പഠിക്കാൻ തുടങ്ങി, പിന്നീടല്ലേ പാട്ട് ഒരുമിച്ചാണോ? ആക്ച്വലി നമ്മൾ ഡാൻസ് വീഡിയോസ് ഒരുപാട് പേര് കണ്ടിട്ടുള്ളതുകൊണ്ട് കുറേ പേർക്ക് ഡാൻസ് ഇവര് പാടുവോ ഒരു ഡൗട്ട് ഉണ്ടാവും. പക്ഷെ അത് 3 വയസ്സിൽ പഠിച്ചു തുടങ്ങി ഡാൻസും പാട്ടും ഒരുമിച്ച് പഠിച്ചു തുടങ്ങിയാൽ ഞാൻ ആദ്യം പ്രൊഫഷണൽ ട്രൂപ്പുകളിൽ വർക്ക് ചെയ്യുന്ന സിംഗർ ആയിട്ടാണ്. അത് ഞാൻ പറഞ്ഞില്ലേ ഹരിശ്രീയുടെ ടീമില് വർക്ക് ചെയ്യുന്ന 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഉണ്ടായിരുന്നു. ഗാനമേള ട്രൂപ്പുകളിൽ പാടി തുടങ്ങിയതാണ്. അത് കഴിഞ്ഞിട്ട് +1 +2 ഒക്കെ മുതലാണ് പ്രൊഫഷണൽ ഡാൻസ് ട്രൂപ്പുകളിൽ വർക്ക് ചെയ്ത് തുടങ്ങിയത്. അപ്പൊ ആദ്യം ശരിക്കും ഞാൻ തുടങ്ങിയത് സിംഗറായിട്ട് തന്നെയാണ്. പക്ഷെ ആൾക്കാർക്ക് കൂടുതൽ ഡാൻസർ എന്നുള്ളതാണ് കൂടുതൽ. നമ്മൾ ഈ ചെറുപ്പത്തിൽ തൊട്ടേ ചേച്ചി ഒരുപാട് റിയാലിറ്റി ഷോസിലൊക്കെ കാണാറുണ്ടായിരുന്നു അല്ലേ? അതുപോലെ ഇനി ഇപ്പൊ എപ്പോഴെങ്കിലും റിയാലിറ്റി ഷോസിലേക്ക് തിരിച്ചു വരണം? കാരണം ഇപ്പൊ ആര്യ ചേച്ചിയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ റിയാലിറ്റി ഷോസ്, ആങ്കറും ഒക്കെ ആയിട്ട് ചെയ്യുന്നുണ്ടല്ലോ. ഇനി എപ്പോഴെങ്കിലും നമുക്ക് അങ്ങനെയൊക്കെ പ്രതീക്ഷിക്കാൻ പറ്റുമോ? ആങ്കേഴ്സ് ഒക്കെ ആയിട്ട് വിളിച്ചാ ചെയ്യും, വിളിക്കാത്തോണ്ടല്ലേ ചെയ്യാത്തത്. വിളിച്ചാ ചെയ്യും, വിളിച്ചാൽ നല്ലതാണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്താൽ കുഴപ്പം. പിന്നെ തീർച്ചയായിട്ടും പായസം ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഈ ചട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല ഡിസ്റ്റൻസ് ഉണ്ട്. ഞാൻ നേരത്തെ മറ്റേ സേഫ്റ്റിയുടെ കാര്യം പറഞ്ഞില്ലേ, സോസ്പാന്റെ കാര്യത്തിലെ സേഫ്റ്റിയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ എല്ലാവരും നീളമുള്ള ചട്ടക ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ കൈയും കൊള്ളത്തില്ല, ഇളക്കാനും സുഖമാണ്. ഓക്കെ, ഇപ്പൊ എല്ലാം സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇന്നത്തെ പരീക്ഷണ ആളെ നമുക്ക് ചേട്ടനാണ് നമ്മുടെ പായസം കുടിച്ചു നോക്കുന്നത്. ഗ്ലാസ് ഒഴിക്കും, ഇതിൽ കൂടെ ഒഴിച്ചാലോ? അതെ അതെ, പക്ഷെ ചൂട് ഒഴിച്ചാല് ഒരു സ്പൂൺ അടുത്ത ടിപ്പ്, ഒരു ചെറിയ സ്പൂൺ ഉണ്ടോ? ഇതിന്റെ ഭയങ്കര വലുതാണല്ലോ. ഒരു സ്പൂൺ ഇട്ടിട്ട് നമ്മൾ ഈ ചൂട് നമ്മൾ ഗ്ലാസ്സിലേക്ക് ചൂടുള്ള എന്ത് സാധനം ഒഴിച്ചാലും പൊട്ടത്തില്ല. നല്ലൊരു ടിപ്പാണത്. അയ്യോ, ഇത് ഞാൻ കുടിച്ചിട്ട് സത്യസന്ധമായിട്ടുള്ള അഭിപ്രായം പറയണം. ചേച്ചി മാത്രമാണ് ഫുൾ ഉണ്ടാക്കിയത്. ഞാൻ ശകലം അടുപ്പത്തുനിന്ന് കോരി അവൻ ടേസ്റ്റ് ചെയ്യണം നോക്കാൻ പറ്റില്ല. നല്ല ചൂടുണ്ട്. ചൂട് അവന്റെ മുഖം നോക്കി. നല്ലതാണോ? പരീക്ഷണം വളരെ നമുക്ക് എല്ലാവർക്കും നമുക്ക് പായസം ഒരു 10 മിനിറ്റ് നോക്കിട്ട് വേണോ നമ്മൾ കഴിക്കാൻ? നല്ലതാണോ? പിന്നെ നമുക്ക് പനിയുള്ള ആൾക്കാട്ടോ പായസം എല്ലാരും കുടിച്ചോ, ഇത് ട്രൈ ചെയ്ത് നോക്കണം എന്നൊക്കെ. ഇനി അടുത്ത അമ്മ കുടിക്കണം. അയ്യോ, ഷുഗർ ഉണ്ടോ? ഫാക്ടറിയാ. ഒരു സ്പൂൺ കുടിക്കാം, ഒരു സ്പൂൺ കുടിക്കാലോ, ഓണമൊക്കെ അല്ലേ. ഇനി അമ്മയും ചേച്ചിയും കൂടെ ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഓണപ്പായസം. അല്ല, മെഹർ ടേസ്റ്റ് ചെയ്യുന്നില്ല. ഞാൻ ഷുഗർ ചൂടുണ്ട്, ചൂടുണ്ട്. ഞാൻ പറഞ്ഞു വാട്സറ്റ് ചൂടുണ്ട്. ചൂട് കുറഞ്ഞു. അടിപൊളി പായസം പറഞ്ഞു. ഇത്ര നമ്മുടെ പായസം അടിപൊളി അടിപൊളി. ആദ്യമായിട്ടാണ് ചേച്ചി പായസം ഉണ്ടാക്കുന്നത്? നന്നായിട്ടുണ്ട്. അടിപൊളി. കൊള്ളാമോ? അയ്യോ, ഭയങ്കര ടേസ്റ്റ്. എന്ത് തന്നെയാണോ? ഞാൻ വിചാരിച്ച പോലെ അല്ല. വിചാരിച്ചുണ്ടായിരുന്നു. വീട്ടിലെന്തൊക്കെയാ ചേച്ചി ഉണ്ടാക്കി തരാറ്? ഞാൻ ഉണ്ടാക്കുന്നതിൽ ഏറ്റവും ഇഷ്ടമുള്ള മഷ്റൂമിന്റെ കറി. ശരിയാ, അടിപൊളിയാ. അല്ല, ഞാൻ ഇപ്പൊ എന്റെ കൊച്ചായോണ്ട് പറയില്ല, ഇത് എന്തുണ്ടാക്കിയാലും നല്ലതാണ്. ആണോ? കൈപ്പുണ്യം ഉണ്ട്. അപ്പം ഉണ്ടാക്കും. പക്ഷെ മഷ്റൂമൊക്കെ ഈ ഹോട്ടലിലൊന്നും ഒന്നിനും കൊള്ളുന്നേ. ചെയ്യാൻ അറിയുകയൊക്കെ ചെയ്യാട്ടോ. ഞാൻ അറിയാം, പക്ഷെ വല്ലപ്പോഴൊക്കെ ഉണ്ടാക്കുള്ളൂ. അതെന്നാന്നറിയോ, നമ്മള് നല്ലോണം ഇളക്കി ഇളക്കി അതെന്നാന്നറിയോ, ശ്രീന്ന് എഴുതി ശ്രീയുടെ ഐശ്വര്യാണ് ഇത്. ശ്രീന്ന് എഴുതികൊണ്ട് പായസം നന്നായി. ഓ, കൊള്ളാം. പിന്നെ ഏലക്ക എപ്പോഴും ഈ തൊലി കളഞ്ഞിട്ടിടുന്നതാണ് അല്ലേ ടേസ്റ്റ്. ശരിയാ, കൊള്ളാം. നല്ലുണ്ട്. അപ്പൊ നമുക്കൊരു ഓണപ്പാട്ടും കൂടെ പാടി നമുക്ക് നമ്മുടെ പരിപാടി വൈൻഡ് അപ്പ് ചെയ്യാം. പായസത്തിൽ കിസ്മിസ് എടുക്കാൻ പോകുമായിരുന്നു, പിന്നെ ഓണപ്പാട്ട് പാടിയിട്ട് മതി. ബലൂൺ പോലത്തെ 2 കിസ്മിസ് നോക്കിയപ്പോ 170 ഷുഗർ 170. അമ്മ എന്ത് പുറകെ പോയി അമ്മ ഒളിച്ചിരിക്കും. അപ്പൊ നമുക്ക് ഓണപ്പാട്ടോട് കൂടിയിട്ട് നിർത്താം. പായസം കുടിക്കാൻ ഇവരെല്ലാവരും വായിൽ ഇങ്ങനെ കപ്പലോടുക.
പറനിറൈ പൊന്നളക്കും പൗർണമിരാവായി പടിഞ്ഞാറേ പൂപ്പാടും അഴകിൻ പാൽക്കടലായി നുരയിടുമലയിൽ നമുക്കു തുഴയാനമ്പിളിത്തോണി തുഴഞ്ഞു ചെന്നാൽ കുളിച്ചു തൊഴുവാൻ തുമ്പപ്പൂങ്കാവ് പൂവേ പുലി പൂവേ പുലി പൂവേ 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 പുലി പൂവേ പുലി പൂവേ പൂവേ. അപ്പൊ ചേച്ചി എനിക്കറിയാം തിരക്കുകളാണ്, എന്നാലും തിരക്കുകളുടെ ഇടയ്ക്ക് വേണ്ടി ഞങ്ങൾക്ക് ഇത്രയും ടൈം പങ്കുവച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച് അമ്മ. താങ്ക് യു ചേട്ടാ. താങ്ക് യു. പനിയാണെന്ന് അറിയാം, പനിയും പായസം ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നതിന് ഒരുപാട് സന്തോഷം. താങ്ക് യു കേട്ടോ. ഹാപ്പി ആണോ? അപ്പൊ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഞങ്ങളുടെ ഓണാശംസകൾ അറിയിക്കുകയാണ്. ഹാപ്പി ഓണം, എല്ലാ സമൃദ്ധിയും ഉണ്ടാവട്ടെ. അതെ, ഞങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ തിരക്കുള്ള സമയത്തിൽ നിന്ന് നമുക്ക് ഇത്ര ടൈം സ്പെയർ ചെയ്തതിന് ഒരുപാട് thank you so much. Thank you. Make every wedding unforgettable with Joya Lucas Diamond Wedding Collection. Joya Lucas, world's favorite jeweler. എത്രയാ ഇതിന്? വെറും 7,990. കിടിലൻ ഓഫറുകൾ ഇടാൻ തുടങ്ങിയപ്പോ അത് കിടിലമണിയായിട്ട് 7,990 ഇട്ടിരിക്കുന്നത്. 365 ദിവസം നമുക്ക് ഓഫറുള്ള ഷോപ്പാണ് നിലമ്പൂർ ഫർണിച്ചർ മാർട്ട്, ഷൊർണൂർ, വെട്ടിക്കാട്ടിരി.